ഓസ്ട്രേലിയയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു വലിയ മണ്ടത്തരായിരുന്നു. ഒരു CV ഉണ്ടാക്കി വെക്കുക, ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക, വേക്കൻസി എവിടെ കാണുന്നു അവിടെ എല്ലാം അതെടുത്ത് അപ്ലോഡ് ചെയ്യുക. ഇതായിരുന്നു എനിക്ക് പറ്റിയത്. എന്നിട്ടോ 100 ആപ്ലിക്കേഷൻ അയക്കും. എന്നിട്ട് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കും. നോക്കുമ്പോഴോ മെയിൽ തുറക്കുമ്പോൾ ഫുള്ള് റിജക്ഷൻ, എല്ലാം അൺസക്സസ്ഫുൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങ് മെയിൽ അയക്കും. നമ്മൾ ഏജൻസിനൊന്നും കോണ്ടാക്ട് ചെയ്തൊന്നുമില്ല. ഡയറക്റ്റ് ഹോസ്പിറ്റലിലെ വെബ്സൈറ്റിൽ പോവുക, എല്ലാ ജോബും അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ പൊസിഷൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണുമല്ലോ, അതെല്ലാം വായിച്ചു നോക്കുക. അതിന്റെ അടിയിൽ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു സംഭവം കാണും, അത് വായിച്ചു നോക്കുക. ഞാൻ അത് വായിച്ചു നോക്കാറേ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അത് നോക്കിയിട്ടാണ് നമ്മൾ കവർ ലെറ്റർ ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ സെലക്ഷൻ ക്രൈറ്റീരിയക്കകത്ത് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിനെ വെച്ചിട്ട് നമ്മുടെ കവർ ലെറ്റർ സെറ്റ് ചെയ്യുക, അയക്കുക. എല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്കിനകത്ത് കയറുക, എന്നിട്ട് നമ്മൾ കാണുന്ന വേക്കൻസി എല്ലാം വെച്ചിട്ട് അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാത്തിനും കയറി അങ്ങ് അപ്ലൈ ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം 10-30 ജോബിന് അപ്ലൈ ചെയ്തോ എന്നുള്ളതല്ല നോക്കുന്നത്. കറക്റ്റായിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ നോക്കിയിട്ട് സമയം എടുത്ത് അയക്കുന്നതിലാണ്, അതിലാണ് കാര്യം. അപ്പം ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്കിനകത്ത് കയറുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ആ ഹോസ്പിറ്റലുകളുടെ പേര് എന്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ ഉറപ്പായിട്ട് റെസ്പോൺസ് ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് ഇന്റർവ്യൂ കിട്ടിയത്. 186 ഒക്കെ അങ്ങനെയാണ് കിട്ടിയത്. കാരണം ഒരു ദിവസം ഒരു ഫുൾ ഡേ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കവർ ലെറ്റർ ഞാൻ റെഡിയാക്കുന്നത്. അപ്പൊ എനിക്ക് ഒരെണ്ണേ അയക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ ഒരെണ്ണത്തിൽ നമുക്ക് ഉറപ്പായിട്ട് റെസ്പോൺസ്, പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് നമുക്ക് കിട്ടും. അങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം.